എല്ലാവർക്കും സ്വാഗതം. ബബിതയോട് രോഹിത് സോറി ചോദിക്കുന്ന സമയത്ത് ബബിതയാണെങ്കിൽ കരഞ്ഞോട് പറയുന്നുണ്ട്, സാരല്ലേ രോഹിയേട്ടൻ എന്നോട് സോറി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ണ് തുടച്ച് പോവാണ്. പിന്നീട് അലീനയ്ക്കും ഇതെല്ലാം കണ്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളോട് പറയും, നീ രോഹിത്തിനെ താഴെ കൊണ്ടുപോയി ഭക്ഷണം എടുത്ത് കൊടുക്ക്, ഞാനവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയേ. എന്നിട്ട് കൃഷ്ണമോള് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും കേട്ടോ. രോഹിത്തിനോട് മുഖമൊക്കെ തുടച്ചിട്ട് പോകാൻ അലീന പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛൻ താഴേക്ക് വരുന്നില്ലേ ആഹാരം കഴിക്കാനെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രനും ആകെ സങ്കടമായിട്ടുണ്ട്, രോഹിത് ഇങ്ങനെ എല്ലാവരോടും സോറിയൊക്കെ ചോദിക്കുന്നത് കണ്ടപ്പോൾ. എന്നിട്ട് ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനയുടെ കൈ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയും ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഒരുപാട് ഇമോഷണലായി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുകയാണ് അലീനയോട്, നീ ഇങ്ങനെ ഓരോരുത്തരെ എവിടുന്നാണ് ഇങ്ങനെ വാരിയെടുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്താ മോളെ നിന്നോട് പറയേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയാണ്, അച്ഛൻ എന്നോടൊന്നും പറയണ്ട, അച്ഛൻ എൻ്റെ അച്ഛനല്ലേ, എൻ്റെ അനിയത്തിമാരല്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനയും പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും അലീനയുടെ കൈ ഇങ്ങനെ പിടിച്ച് ചേർത്ത് നെറ്റിയിൽ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. രോഹിത് വൈജയന്തിയുടെ അടുത്തേക്കും ചെന്നിട്ടുണ്ട് കേട്ടോ. ഡോറിന് തട്ടുമ്പോൾ തന്നെ ആരാന്ന് ചോദിക്കും. ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ആ ഡോറിന് തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക്. അപ്പോൾ ഡോർ തുറന്ന് രോഹിത് കയറുമ്പോൾ, ഓ നീ ആയിരുന്നോ എന്ന് ചോദിക്കും. നിൻ്റെ പനിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കൂട്ടോ ആദ്യം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുടിയൊക്കെ വെട്ടിയോ, ആരാ വെട്ടിയത്, നീ സലൂണിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയാണ്, അലീന ചേച്ചിയാണ് വെട്ടിയെന്ന് കേട്ടോ. അപ്പോൾ എന്താ നീ പറഞ്ഞത്, അലീന ചേച്ചിയോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നേക്കാളും വയസ്സിന് മൂത്തതല്ലേ എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ നീ അമ്മച്ചിന്ന് വിളിച്ചോ, കുറച്ചും കൂടെ ബഹുമാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് ദേഷ്യപ്പെടുക. എന്നിട്ട് പിന്നീട് രോഹിത് പറയുന്നുണ്ടായിരുന്നു, രോഹിത്തിൻ്റെ മുടി വെട്ടിയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാട്ടോ പറയുന്നത്, എന്തൊക്കെയാണ് അവൾ കാണിച്ചു വെച്ചിരിക്കുന്നത്, കോലം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറ്റപ്പെടുത്തുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എൻ്റെ മുഖം കാണാൻ നന്നായിട്ട് ഇരിക്കുന്നതെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഇവിടെ എല്ലാവരും അവളുടെ സൈഡാണല്ലോ എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ അമ്മേനോട് തർക്കിക്കാൻ വന്നതല്ല, ഞാൻ കാരണം അമ്മ ഒരുപാട് വിഷമിച്ചു, ഇങ്ങനെ ഹോസ്പിറ്റലിൽ നാണക്കേട് കൊണ്ട് കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് അമ്മ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമില്ലേ എന്ന് വൈജയന്തി പറയുമ്പോൾ, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് സോറി ചോദിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈജയന്തിയുടെ കൈ പിടിച്ച് സോറി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ അച്ഛനോട് സോറി ചോദിച്ചോ എന്ന്. അപ്പോൾ ചോദിച്ചു എന്ന് പറയും. അപ്പോൾ നീ ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് നോക്കൂ കേട്ടോ. അലീന ചേച്ചിയും പറഞ്ഞു, പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെന്ന് പറയാം. അപ്പോൾ അലീനയും കൂടെ പറഞ്ഞു എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ എല്ലാവരെ കൊണ്ടും ഇങ്ങനെ സോറി ചോദിപ്പിക്കാൻ നടക്കുന്നു, അവളാണ് എൻ്റെ കാലിൽ വീണ് സോറി ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ അങ്ങ് കുറ്റപ്പെടുത്തി കുറേ കാര്യങ്ങൾ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. അപ്പോൾ എന്നിട്ട് രോഹിത്തിനോട് പറയും, നീ പോയിക്കോ, കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയെ കുറേ കുറ്റപ്പെടുത്തി പറയുകയും ചെയ്യുന്നുണ്ട്. രോഹിത് പോകാൻ നിൽക്കുന്ന സമയത്ത് രോഹിത് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി, അതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. രോഹിത് അങ്ങ് പോയി കഴിയുമ്പോൾ വൈജയന്തി ഡോറ് വലിച്ചടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അലീന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ട്. പാലൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. അലീന ചേച്ചി പാലേന്ന് പറയും. അപ്പോഴാണ് അലീന അത് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് കൃഷ്ണമോൾക്ക് മനസ്സിലാവുന്നുണ്ട് അലീനയ്ക്ക് നല്ല സുഖമില്ല എന്ന്. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നല്ല തലവേദനയുണ്ട്, പനിക്കോള് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് കൃഷ്ണമോൾ ബാം എടുക്കാൻ പോകുന്ന സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ വന്നിട്ട് ചോദിക്കും, ആർക്കാ ഇവിടെ പനിക്കോളെന്ന്. അലീന ചേച്ചിക്കാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാം എടുക്കാനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ, ബബിതയുടെ റൂമിലുണ്ട്, അതെടുത്താൽ മതി, അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ പറഞ്ഞയക്കുകയെ. പിന്നീട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ബബിത പറയുന്നുണ്ടായിരുന്നു, പനിയും വെച്ചുകൊണ്ട് ഇവിടെ ജോലി ചെയ്യാൻ ആർക്കാ ഇത്ര ഇത്, ഇവിടെ എന്താ വേറെ ആർക്കും ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കിടക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീനയോട് പോയി കിടക്കാനാണ് കേട്ടോ ബബിത പറയുന്നത്. അപ്പോഴാണ് അലീന പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കായിരുന്നു എന്ന്. അപ്പോൾ ബബിത അത് സമ്മതിക്കുന്നില്ല, ഇവിടെ ആർക്കും എന്താ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അലീനയെ നിർബന്ധിച്ച് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ബബിത ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ബാലേന്ദ്രൻ ഫോണിൽ ഗോവർദ്ധനോട് സംസാരിച്ചുകൊണ്ട് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ബബിത അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ പരിപാടിയെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ്റെ ഒരു അതിശയം കേട്ടോ. അപ്പോൾ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നോട് ചോദിച്ചത്, നീ നിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ വരെ നടന്നു വന്ന് എന്നോട് എന്താ ചോദിച്ചതെന്ന് വെച്ച് ഇങ്ങനെ കളിയാക്കുകയെ. അപ്പോൾ എന്താ എനിക്ക് ചോദിക്കാൻ പാടില്ലേ എന്നിങ്ങനെ ചോദിക്കുക. എന്നിട്ട് രോഹിയേട്ടനെ അന്ന് നോക്കാൻ വന്ന ആ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് നോക്കി കേട്ടോ. അപ്പോൾ
പനിയാണെന്ന് പറയും. അപ്പോൾ ആർക്കാന്ന് ചോദിക്കുമ്പോൾ അച്ഛാന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ നാവന്ന് തേനും പാലും ഒഴുകുന്ന ഒരു മോളുണ്ടല്ലോ, ആ മോൾക്കാണ് പനിയെന്ന് പറയുമ്പോൾ ആർക്ക് കൃഷ്ണമോൾക്കോ എന്ന് ചോദിക്കും. അപ്പോൾ അല്ല, അച്ഛൻ്റെ പുന്നാര മോൾക്ക്, അതാരാ എൻ്റെ പുന്നാര മോള് അലീനയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേന്ന് പറയും, അലീനയ്ക്കാണ് പനിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെറും കള്ളപ്പനിയായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അച്ഛൻ എന്നെ കളിയാക്കുകയാണല്ലേ, അച്ഛന് ഡോക്ടറെ വിളിക്കാൻ പറ്റുമോ അതോ ഞാൻ വിളിക്കണോ എന്ന് ചോദിക്കുക. അപ്പോൾ വേണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. പിന്നീട് ബബിത കുറച്ചങ്ങ് പോയിട്ട് വെറുതെ കളിയാക്കല്ല അച്ഛാ, ഞാൻ ഈ വയറങ്ങ് കുത്തി പൊട്ടിക്കുന്നറിഞ്ഞ് വീണ്ടും ബാലേന്ദ്രനോട് തമാശ പറയാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ ബബിത. അപ്പം ബാലേന്ദ്രനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ബബിത ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് കിച്ചണിൽ ചെന്നിട്ട് ചുക്കാപ്പി ഇടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയോ നോക്കുകയെന്ന് തോന്നുന്നുണ്ട്. ബബിതയ്ക്കാണെങ്കിലും കിച്ചണിലിരിക്കുന്ന സാധനങ്ങളൊന്നും എവിടെയാണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ഒരു തപ്പിത്തെരയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചുക്കുകാപ്പിയുടെ പൊടിയും ശർക്കരയൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, എനിക്കറിയാൻ ഇവിടെയുള്ള സാധനങ്ങൾ എന്നൊക്കെയാണ് കേട്ടോ ബബിത പറയുന്നത്. എന്നിട്ട് പിന്നീട് കൃഷ്ണമോൾ അവിടുന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ഗൂഗിളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ കളിയാക്കിക്കൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഗൂഗിളിൽ നോക്കിയാൽ അടുക്കളയിൽ ഇരിക്കുന്ന ചുക്ക് കാപ്പിപ്പൊടിയും ശർക്കരയും എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ബബിത കളിയാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് നിൻ്റെ സഹായം വേണ്ട എന്നുള്ളതെന്ന് പറയും. പിന്നീട് രണ്ടുപേരും അവിടുന്ന് ചിരിച്ചുകൊണ്ട് അങ്ങ് പോകും കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് കൃഷ്ണമോൾ നേരെ അലീനയുടെ അടുത്തേക്കായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അലീനയാണെങ്കിൽ തറയിലാണ് കിടക്കുന്നത് കേട്ടോ, പായ വിരിച്ച്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, പനിയുള്ള ആൾ ഇവിടെ തറയിലാണ് കിടക്കുന്നത്, ബെഡിൽ കിടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കിടക്കുന്നില്ല, അത് മുത്തശ്ശിയുടെ ബെഡല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി ഇനിയിപ്പോൾ എന്ന് വരാനാ, അലീന ചേച്ചിക്ക് ഇവിടെ ഒരു ബെഡും കൂടി ഇട്ട് തരാമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ, അപ്പോൾ അലീന ചേച്ചിക്ക് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബബിത ചുക്കുകാപ്പിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ രണ്ടുപേർക്കും കൂടെ ഇവിടെ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ബബിതയോടും കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ ചേച്ചി ഇവിടെ നിലത്ത് കിടക്കുകയായിരുന്നു, ചേച്ചിനോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞിട്ട് കിടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയും അത് ശരിയാണല്ലോ, എന്നിട്ട് ബെഡിൽ കയറി കിടക്കാൻ പറയുകയാണ് കേട്ടോ. എന്തായാലും അച്ഛനും മോളും ഭയങ്കര സ്നേഹത്തിലാണ്, എന്നിട്ട് ഇപ്പോഴും മോൾക്കൊരു ബെഡ് വാങ്ങിച്ചു കൊടുക്കാൻ അച്ഛന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബബിതയും കളിയാക്കുന്നുണ്ട്. എന്തായാലും അലീന ബബിത നിർബന്ധിക്കുമ്പോൾ മുത്തശ്ശിയുടെ ആ ബെഡിൽ കയറി കിടക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് അലീനയോട് കിടക്കാൻ പറയുമ്പോൾ കൃഷ്ണമോളാണെങ്കിലും ബബിതയോട് പറയാണ്, ചേച്ചി ഈ ബാമും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുമോ, ഇനി വൈകിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് ആ ബാമ് ബബിതയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് പോവേ. അപ്പോൾ ഇനിയിപ്പം ഇതും ഞാൻ തേച്ച് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ബബിതയ്ക്ക് തേച്ച് കൊടുക്കാനൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷേ അത് പറഞ്ഞിട്ടാണ് പിന്നീട് ബാമൊക്കെ എടുത്ത് അലീനയുടെ നെറ്റിയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവിടുന്ന് മാറി നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബബിത അലീനയ്ക്ക് ബാമ തേച്ച് കൊടുക്കുന്നതൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. ബാമൊക്കെ തേച്ച് കൊടുത്തിട്ട് പിന്നീട് അലീനയോട് ബെഡിലേക്ക് കിടക്കാൻ പറയുകയെ. അപ്പോൾ അലീന കിടക്കുന്ന സമയത്ത് അലീനയ്ക്ക് പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബബിതയാണെങ്കിലും പുതപ്പിച്ച് കൊടുത്തിട്ട് ബബിതയും അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഇതെല്ലാം കണ്ട് ഭയങ്കര സങ്കടമാവുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ, സന്തോഷം കൊണ്ടുള്ള സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ കണ്ണ് നിറയുന്നത് ബബിത ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്താ ബാമ തേച്ചതുകൊണ്ട് കണ്ണിൽ നീറ്റലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കണ്ണടച്ച് കിടന്നോ, ചിലപ്പോൾ ബാമ തേച്ചുകൊണ്ട് കണ്ണ് ഇങ്ങനെ നീറ്റൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് തന്നെ ബബിത ഇരുന്നിട്ട് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ, പനിയൊക്കെ ഉണ്ടോ. പിന്നീട് കൃഷ്ണമോള് റൂമിലേക്ക് പോകുന്ന സമയത്ത് വൈജയന്തി റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കൃഷ്ണമോളോട് അവിടെ നിൽക്കാൻ പറയും കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴും വൈജയന്തി അവിടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കും. അപ്പോൾ നിനക്കിപ്പോൾ തീരെ റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണമോളും തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് ഇപ്പോഴും ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് അമ്മേനോടുള്ള റെസ്പെക്റ്റ് പോയതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. പിന്നീട് വൈജയന്തി ചോദിക്കുകയാണ്, എന്തായിരുന്നു ഇവിടെ രാവിലെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയുടെ പുന്നാര മോള് കിച്ചണിൽ ആദ്യമായിട്ട് കയറിയതിൻ്റെ ബഹളമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രമോല് അതുപോലെ തന്നെ അലീനയെ സഹായിക്കുകയാണ് ബബിത എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വൈജയന്തി. അവൾക്കിത് എന്നാത്തിൻ്റെ കേടാ ഇവിടുത്തെ വേലക്കാരിനെ സഹായിക്കാൻ എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി കൃഷ്ണമോളോട് ചോദിക്കുന്നത്. പിന്നീട് ബബിതയാണെങ്കിൽ അലീനയ്ക്ക് ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്ത് അലീനയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ബബിതയും കൃഷ്ണമോളും ചെന്ന് രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത്ത് പെട്ടെന്ന് തന്നെ അലീനയുടെ അടുത്തേക്ക് ഓടി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയാണ് കേട്ടോ അലീനയെ നോക്കുന്നത്. അപ്പോൾ അത് കണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവിടെ കിടന്നപ്പോൾ എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.